മെയിനായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈകള് വരുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉള്ളടത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ എല്ലായിടത്തും തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് എ ടി വിയെ ഗ്യാങ് എന്നുള്ള രീതിയിൽ നമ്മളിനി സിറ്റിയിൽ കാണത്തില്ല. റോട്ടേക്ക് മാറി ഫാമിലിയിലുള്ള എല്ലാവരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞോട്ട് വന്നാണ് ഏട്ടാ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട്. റോഡല്ലേ ബ്രോ? യുദ്ധങ്ങൾ നടക്കുന്നത് വിജയങ്ങൾക്കാണ്. വിജയിക്കുന്നത് ചരിത്രത്തിൽ ഇടം നേടാൻ. History always wins. And somewhere hidden in those pages of history is the biggest kept secret in the history of India. El Dorado. ഒരുത്തം പോയാൽ മറ്റൊരുത്തം വന്നിരിക്കാതെ കോക്കോന്ന് കരുതിയോ? നമ്മുടെ അപ്പന്മാര് തലമുറയായി കെട്ടിപ്പൊക്കിയതിനെ കാത്തു സൂക്ഷിക്കാനാ ഞങ്ങളെ കൊണ്ടാക്കിയിരിക്കുന്നത്. എവിടെന്നോ കേറി വന്നൊരുത്തിന് ഇവിടെ കയറിയെന്ന് അത് കണ്ടോണ്ടിരിക്കാനാവില്ല. നിന്റെയൊക്കെ അപ്പന്മാര് നന്നായി സമ്പാദിച്ചു, ശരിയാ. പക്ഷെ ഒരു മിസ്റ്റേക്ക്, നിന്നെയൊക്കെ ജനിപ്പിച്ചത് എന്റെ തലമുറയിലായിപ്പോയി. ഇനി അങ്ങോട്ട് ഞാൻ ഭരിക്കും, നീയൊക്കെ നോക്കി നിന്നാ മതി. ഗരുഡയെ തീർക്കാൻ ഒരു റോക്കിയെ ഉണ്ടാക്കി. ഈ റോക്കിയെ തീർക്കാൻ ഇനിയൊരു റോക്കി ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കിയ അപ്പനെ കൊണ്ടായില്ല, പിന്നെയാ. ആ അപ്പനാണ് ഇനി ആരെ കൊണ്ടും അതിനാവേയില്ല. വൺ ആൻഡ് ഓൺലി പീസ്. ചതുരംഗ കളിയിൽ കാലാൾ, കുതിര, ആന, തേര്, പിന്നെ മന്ത്രിയെയും കടന്ന് അവസാനം രാജാവിനെ വെട്ടിയാൽ കളി കഴിഞ്ഞു. കരുക്കൾ തിരിച്ചു വച്ചാൽ വീണ്ടും കളി തുടങ്ങും. അതേ നിയമങ്ങൾ, അതേ കളികൾ, പക്ഷേ പുതിയ രാജാവ്. ഇവിടെ തലകൾ ശാശ്വതമല്ല, കിരീടം മാത്രം ശാശ്വതം. Rocky had taken control of the most precious piece of land on earth. അത് നേടാൻ ആൾക്കാർ ചാവാനും തയ്യാറായിരുന്നു, കൊല്ലാനും തയ്യാറായിരുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കാനും തയ്യാറായിരുന്നു. വാള് വീശി രക്തം ചിന്തി യുദ്ധം ചെയ്യുന്നത് തകർച്ചയ്ക്കല്ല, ഉയർച്ചയ്ക്കാണ്. അവിടെ വീഴുന്ന ജഡങ്ങൾക്ക് പോലും ഉപയോഗമുണ്ട്. അറിയണമെങ്കിൽ കഴുകനോട് ചോദിക്ക്. ഉയരം കൂടിയ കോട്ടകൾ കെട്ടാൻ ആദ്യം ആഴം കൂടിയ കുഴികൾ എടുക്കണം. എന്റെ ഈ സാമ്രാജ്യത്തിന്റെ അടിത്തറ നീ എന്നെങ്കിലും കുഴിച്ചു നോക്കിയ അവിടെ കല്ലുകൾക്ക് പകരം എനിക്ക് തട നിന്നവരുടെ തലയോട്ടികൾ കാണാം. ഈ 5.5 അടിയിൽ 50 കിലോ മാത്രമുള്ള ഞാൻ ഒറ്റയ്ക്ക് നിന്റെ പടയെ തടുത്തു നിർത്തി നിന്റെ കൈകളെ വിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ
അവൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു നോക്ക്.